അള്ളാഹു തന്നെ ചെയ്യുന്നത് കാര്യങ്ങളുണ്ട്. ഹിദായത്ത് നൽകുക, രോഗശമനം നൽകുക, ഇങ്ങനെയുണ്ട്. പിന്നെയോ രണ്ടാമതൊരു തരം കഴിവുണ്ട്. ആ കഴിവ് എന്താണ്? ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്നത് പോലെ, കെട്ടിടം പണിക്ക് ചോദിക്കുന്നത് പോലെ, ഉലാത്തുൽ ഉമൂർ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ടതുപോലെ ഇങ്ങനെയുള്ള കഴിവുണ്ട്. ഇനി ഇവിടെ മനുഷ്യർ തമ്മിലുള്ള കാര്യങ്ങൾ ഭരണാധികാരിയോട് അല്ലെങ്കിൽ ഫാക്ടറിയോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അത് അള്ളാഹിനോട് തന്നെയാണോ ചോദിക്കേണ്ടത്? അള്ളാഹിനോട് ചോദിക്കാൻ പറഞ്ഞ ചോദ്യം എന്താ? അതിന്റെ ബാക്കിയുണ്ട്. അല്ലാഹുമ്മ അഹ്നിൻ അലൈനാ, അല്ലാഹുമ്മ അഹ്നിൻ അലൈനാ ഖുലൂബ ഇബാദിക്. അള്ളാഹുവേ, ഈ ഭരണാധികാരികളുടെ മനസ്സിൽ ഞങ്ങളോടുള്ള കാരുണ്യം ഉണ്ടാക്കണേ. അത് ആരോടാ പറയേണ്ടത്? അള്ളാഹിനോട് പറയണം. പഠിച്ചോനെ ഞങ്ങൾക്കൊരു പാലം ഉണ്ടാക്കി തരണേ എന്ന് അള്ളാഹിനോടാണോ പറയേണ്ടത്? അല്ല. പഠിച്ചോനെ ഞങ്ങൾക്കൊരു പാലം ഉണ്ടാക്കി തരണേ എന്ന് അള്ളാഹിനോടാണോ പറയേണ്ടത്? അല്ല. പാലത്തിനുള്ള അപേക്ഷ കൊടുത്ത്, ഇനി അതല്ലെങ്കിൽ ഒരു വീടിനുള്ള ലൈഫ് പദ്ധതിയിലുള്ള അപേക്ഷ കൊടുത്തിട്ട്, പഠിച്ചോനെ ഇതെനിക്ക് കിട്ടണേ, അല്ലെങ്കിൽ എന്റെ ഈ ആവശ്യം, ഞങ്ങളുടെ നാടിന്റെ ഈ ആവശ്യം, ഇത് പൂർത്തീകരിക്കാനുള്ള കാരുണ്യം, ഇത് പൂർത്തീകരിക്കാനുള്ള കഴിവ് നീ ആർക്ക് കൊടുക്കണേ? ഭരണാധികാരിക്ക് കൊടുക്കണേ. സഹോദരന്മാരെ, ഇവിടെ ഹനീഫ് കായക്കുടി ഉദാഹരിച്ച ഉദാഹരണത്തിൽ രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അള്ളാഹുവിനോട് പറയേണ്ടതും അള്ളാഹുവിനോട് പറയാൻ പാടില്ലാത്തതും. പാലമുണ്ടാക്കി തരണേ എന്ന് പറയാൻ അള്ളാഹുവിനോട് പറയാൻ പാടില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി, അത് ഞാനവിടെ ആവർത്തിച്ച് കേൾപ്പിച്ചു. പിന്നെ അള്ളാഹുവിനോട് പറയേണ്ടത് എന്താണ് എന്നതും അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. ഇവിടെ ഈ ഉദാഹരണത്തിൽ അള്ളാഹുവിനോട് പറയേണ്ട കാര്യം പടപ്പുകളിൽ ആരോട് പറഞ്ഞാലും അള്ളാഹുവിന് പങ്കു ചേർക്കലാണ്. എന്നാൽ അള്ളാഹുവിനോട് പറയാൻ പാടില്ലാത്ത കാര്യം അത് പടപ്പുകളിൽ ആരോട് പറയാം? മനുഷ്യരോട് പറയാം. അപ്പോൾ തന്നെ എന്താണ് അള്ളാഹുവിനോട് പറയേണ്ടത്, അള്ളാഹുവിനോട് പറയാൻ പാടില്ലാത്തത് എന്നത് ഹനീഫ് കായക്കുടി വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞു. ഇനി അള്ളാഹുവിനോട് പറയാൻ പാടില്ലാത്ത കാര്യം അള്ളാഹുവിനോട് പറഞ്ഞാൽ അതിൻ്റെ വിധി എന്താണ്? അത് നമുക്ക് നമ്മുടെ അനസ് മുസ്ലിയാർ അതേ പ്രോഗ്രാമിൽ വെച്ച് തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോളി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. എന്നാ പടച്ചോട് ചായ കൊണ്ടുവരും എന്ന് പറയാൻ പറ്റുമോ? അല്ല എനിക്ക് ചായ വേണം എന്ന് പറഞ്ഞിട്ട് പടച്ചോനെ 2 ഗ്ലാസ് ചായ ഇന്ന് ഓർഡർ ചെയ്യാൻ പറ്റുമോ? കാഫറായി പോകും. എന്നാ പടച്ചോട് ചായ കൊണ്ടുവരും എന്ന് പറയാൻ പറ്റുമോ? അല്ല എനിക്ക് ചായ വേണം എന്ന് പറഞ്ഞിട്ട് പടച്ചോനെ 2 ഗ്ലാസ് ചായ ഇന്ന് ഓർഡർ ചെയ്യാൻ പറ്റുമോ? കാഫറായി പോകും. എന്നാ പടച്ചോട് ചായ കൊണ്ടുവരും എന്ന് പറയാൻ പറ്റുമോ? അല്ല എനിക്ക് ചായ വേണം എന്ന് പറഞ്ഞിട്ട് പടച്ചോനെ 2 ഗ്ലാസ് ചായ ഇന്ന് ഓർഡർ ചെയ്യാൻ പറ്റുമോ? കാഫറായി പോകും. കാരണം ഇത് മനുഷ്യർക്ക് അല്ല കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യേണ്ട കാര്യമാണ്, അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞു. അതിനപ്പുറമുള്ള കാര്യം റബ്ബിനോട് ചോദിക്കേണ്ടതാണ്. അതിനുള്ള കുദ്റത്ത് വേണോ, കഴിവ് വേണോ, ഹിക്മത്ത് വേണോ, ഇതൊക്കെ റബ്ബിനോട് ചോദിക്കേണ്ടത്. ചിലപ്പോൾ ഒരു ചായ ആയിരിക്കും, ചായപ്പൊടി വേണമെങ്കിൽ തന്നെ ചിലപ്പോൾ പടച്ചോനോട് അല്ലാഹ് നല്ല വിള തരണേ എന്ന് പടച്ചോനോട് ചോദിക്കേണ്ടി വരും. ഇപ്പോൾ അനസ് മുസ്ലിയാരും പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ സഹോദരന്മാരെ. സമസ്തക്കാരുടെ അടുത്തെത്തുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായ കോമൺ സെൻസോട് കൂടി ഇവർ സംസാരിക്കും. എന്നാൽ മുജാഹിദുകളുടെ അടുത്തെത്തുമ്പോൾ നേരെ തിരിച്ച് സംസാരിക്കും. ഇപ്പോൾ അനസ് മുസ്ലിയാർ ഇപ്പം എന്താ പറഞ്ഞത്? അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യമുണ്ട്, എന്നാൽ മനുഷ്യരുടെ കൈക്ക് സാധിപ്പിച്ച് കിട്ടേണ്ട കാര്യമുണ്ട്. മനുഷ്യരുടെ കൈക്ക് സാധിപ്പിച്ച് കിട്ടേണ്ട കാര്യം അത് അള്ളാഹുവിനോട് ചോദിക്കൽ കുഫറായി പോകും, കാഫിറായി പോകും. ഇത് വളരെ വ്യക്തമായി അനസ് മുസ്ലിയാർ പറഞ്ഞു. ഹനീഫ് കായക്കുടി നേരത്തെ കെട്ടിടമുണ്ടാക്കി തരുന്ന കാര്യം പടച്ചവനോട് ചോദിക്കാണോ വേണ്ടത്? അല്ല, അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ചായ 2 ഗ്ലാസ് ചായ പടച്ചോനെ എന്ന് ആരോട് ചോദിക്കാൻ പാടില്ല? അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ല, കാഫറായി പോകും. ഇത് ഞാൻ ആവർത്തിച്ച് കേൾപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് തറക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ചായം കെട്ടിടമുണ്ടാക്കാനും ഒന്നും അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ലെങ്കിൽ ഇരുട്ടി തപ്പിത്തടഞ്ഞ് നീങ്ങുമ്പോൾ പിന്നെ പടച്ചോനെ വെളിച്ചം എന്ന് ഒരു ടോർച്ച്, ഒരു ലൈറ്റ് തപ്പിത്തടഞ്ഞ് നേർക്കുന്ന നേരത്ത് ഏതെങ്കിലും മനുഷ്യന്മാരോട് വല്ല ലൈറ്റുണ്ടോ, ടോർച്ചുണ്ടോ, ചൂട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക. ആ ചോദ്യം അള്ളാഹിനോട് ചോദിച്ചാൽ എന്തായി പോകും? കാഫറായി പോകും. ഇത് വളരെ കൃത്യമാണ്. അപ്പോൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ കുഫറാകുന്നത് ഇബാദത്താകൂല, അള്ളാഹ്ക്കുള്ള ഇബാദത്തല്ലാത്തത്. കാരണം സൃഷ്ടികളുടെ കയ്യിൽ മാത്രം കിട്ടേണ്ട കാര്യമാണ്. മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ കൈക്ക് സാധിപ്പിച്ച് കിട്ടേണ്ട കാര്യത്തിന് സൃഷ്ടാവിനെ ഒരാൾ പ്രതീക്ഷിക്കൽ കുഫറായി പോകും. അത് അള്ളാഹ്ക്കുള്ള ഇബാദത്തല്ല എന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ടാണല്ലോ കാഫറായി പോയത്. ഇബാദത്താണെങ്കിൽ അത് പ്രതിഫലാർഹമാണ്, അള്ളാഹ്ക്ക് മാത്രം സമർപ്പിക്കേണ്ടതുമാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞാൽ ഇബാദത്താകുന്ന കാര്യം ഏതൊരു സൃഷ്ടിയിലേക്ക് പോയാലും അത് അള്ളാഹുവിൽ പങ്കുചേർക്കലുമാണ്. ഇവിടെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞാൽ കാഫിറായി പോകുന്നൊരു കാര്യം, മനുഷ്യരിലേക്ക് തിരിഞ്ഞാൽ അനുവദിക്കപ്പെട്ടൊരു കാര്യം, അത് മനുഷ്യേതര സൃഷ്ടിയിലേക്ക് പോയാൽ അള്ളാഹുവിൽ പങ്കുചേർക്കലാകുന്നു എന്ന് പറയുന്നതിലെ
പൊട്ടപ്പോയത്തം ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ അള്ളാഹു സാക്ഷാൽ ഗൈബിലാണ് എന്നതിൽ ഇപ്പോൾ ആർക്കും എതിരഭിപ്രായമില്ലല്ലോ. അപ്പോൾ ആ സാക്ഷാൽ ഗൈബിലുള്ള അള്ളാഹുവിനോട് മനുഷ്യർ ആവശ്യപ്പെടുന്നതിൽ കുഫറായി പോകുന്ന കാര്യമുണ്ട്, അഥവാ ഇബാദത്തല്ലാത്ത കാര്യമുണ്ട് എന്ന് അനസ് മുസ്ലിയാരും ആരും സമ്മതിച്ചു, ഹനീഫ് കായക്കൊടിയും ഇവിടെ സമ്മതിച്ചു. അപ്പോൾ ഇബാദത്താകാത്തതുണ്ട്. എന്നാൽ ഈ ആപേക്ഷിക ഗൈബിലുള്ള ജിന്നിനോട് ചോദിക്കുന്നതിൽ ഇബാദത്തല്ലാത്ത ഒന്നുമില്ല എന്നതാണ് പുതിയ നിയമം. 2012 പുതിയ നിയമം എന്താണ്? ആപേക്ഷികമായി, മനുഷ്യനെ സംബന്ധിച്ച് ആപേക്ഷികമായി ഗൈബിലുള്ള ജിന്നിനോട് എന്ത് ചോദിച്ചാലും അത് ഇബാദത്താകും എന്നാണ് പുതിയ നിയമം. ഇത് എത്രമാത്രം വലിയ അപകടമാണ്. ഇവർ അള്ളാഹുവിനേക്കാൾ മഹത്വം ആർക്കാണ് കൊടുക്കുന്നത്? വാസ്തവത്തിൽ ജിന്നുകൾക്കാണ്. ഇവരാണ് ഇവിടെ ജിന്നുകളെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത്. അള്ളാഹുവിനെ ഇകഴ്ത്തുകയാണ് വാസ്തവത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെ പുതിയ നിയമം അനുസരിച്ച്, 2012 പുതിയ നിയമം അനുസരിച്ച് അള്ളാഹുവിനെ ഇകഴ്ത്തുകയും പിശാചിനെ പുകഴ്ത്തുകയും ചെയ്യുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനോട് ചോദിക്കുന്ന വിഷയത്തിൽ ഇബാദത്തല്ലാത്തതുണ്ട്. സാക്ഷാൽ വൈബിലുള്ള അള്ളാഹുവിനോട് ചോദിക്കുന്നതിൽ ഇബാദത്തല്ലാത്തതുണ്ട്. ആരാ പറയുന്നത്? അനസ് മുസ്ലിയാരും ഹനീഫയും. ആരോട്? സമസ്തക്കാരുടെ അടുത്തെത്തുമ്പോൾ പറയാം. മുജാഹിദുകളുടെ അടുത്തെത്തുമ്പോഴോ ജിന്നുകളോട് എന്ത് ചോദിച്ചാലും ഇബാദത്ത്. എന്തൊരു മാത്രം വലിയ അപകടമാണ് സഹോദരന്മാരെ. എങ്ങോട്ടേക്കാണ് ഈ പുതിയ നിയമം ആളുകളെ കൊണ്ടുപോകുന്നത്? എന്നിട്ട് ഇവിടെ ജിന്നുവാദി എന്ന് ആർക്കാ പേര്? ഈ ജിന്നിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ ഇവരല്ലേ? ജിന്നിനെ വാഴ്ത്തുന്നത് ആരായിപ്പോ? കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെ ആളുകളാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ മഹത്വത്തിന് നേരെ ചേരാത്തൊരു കാര്യം നമ്മൾ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടില്ല എന്നാ നമ്മൾ പറഞ്ഞത്. അവിടെ അള്ളാഹുവിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരോടൊപ്പം നിൽക്കുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കുന്നിടത്ത് പറ്റിയ അമളിയാണ് വാസ്തവത്തിൽ ഇവിടെ സംഘടനാ താല്പര്യത്തിനു വേണ്ടി മതത്തെ കോട്ടിമാട്ടിയപ്പോൾ സംഭവിച്ച വലിയ അപകടമാണിത്. അള്ളാഹുവിൻ്റെ ദീന് കൊണ്ടാണ് ഇവർ കളിക്കുന്നത് സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഇതുപോലെ നിരവധി അനവധി വൈരുദ്ധ്യങ്ങൾ കോർത്തിണക്കി വരും ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് ആശയതലത്തിൽ, അടിസ്ഥാനപരമായ ആശയതലത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ നമുക്ക് ഇനിയും കേൾക്കാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.